അപ്പോൾ ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോൻ്റെ അടിയിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു ആങ്കർ മാനേജ്മെൻറ്റ് ടെക്നിക്സ്, അല്ലെങ്കിൽ നമ്മളെ എഗ്രഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് ടെക്നിക്സ്. അപ്പം ഞാൻ അത്ര വലിയ റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ടാവും, അതിലെല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കുറച്ച് അറിയാവുന്നതും ഞാൻ ചിലതൊക്കെ ഞാനും യൂസ് ചെയ്തിട്ടുള്ളതും എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്തുള്ള ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോടും കൂടി പറയാം. ഇതല്ലാതെ ഒരുപാട് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പം അത് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമുക്ക് ദേഷ്യം വരുന്ന സമയം, ഞാൻ ഫസ്റ്റ് എനിക്കൊന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എനിക്കറിയുന്ന എല്ലാവരോടും പറയുന്നതും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, അതായത് നമുക്ക് ദേഷ്യം വരുന്ന സമയം നമ്മൾ 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ് അങ്ങനെ കൗണ്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നിക്ക് അങ്ങനെ കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് ആയിട്ടും അതായത് ബാക്ക്വേർഡ് കൗണ്ടിങ്ങും ചെയ്യാം. 10 9 8 7 6 5 അങ്ങനെ. ഒന്നിക്ക് നമുക്ക് 1 to 10 തന്നെ റിപ്പീറ്റ് ആയിട്ട് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ 1 to 100 അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് പോകുന്നത് വരെയും പോവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദേഷ്യം വരുമ്പോൾ നമുക്കിത് ഓർമ്മിക്കണം. നമുക്ക് ദേഷ്യം കുറക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ നമ്മളിതൊക്കെ ഓർമ്മിക്കണം, എന്നാലേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം, അതായത് നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഇവനെ ഞാനിപ്പോൾ കൊല്ലുമല്ലോ എന്ന് തോന്നുമല്ലോ, ആ ഒരു ടൈം തന്നെ നമ്മൾ മനസ്സിൽ 1 2 3 4 5 6 7 8 പറയാൻ തുടങ്ങുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് നമ്മൾ എക്സ്ട്രാ വേറൊരു വർക്ക് കൊടുക്കുകയാണ്. അതാണ് ആക്ച്വലി ബിഹൈൻഡ് ദ സയൻസ്. ഓക്കെ, അങ്ങോട്ടൊന്നും ഞാൻ പോണില്ല. അപ്പോൾ അതൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് വേറൊരു ടെക്നിക്ക് പറയാമെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ഒന്ന് വിടുമല്ലോ, അല്ലെങ്കിൽ ഐദർ നമുക്ക് നോസിലെ വിടാം അല്ലെങ്കിൽ വായിലെ വിടാം. ഓക്കെ, നമ്മളൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, അത് വിടുക. അതിപ്പോൾ നമുക്ക് ഒരു ബ്രീത്തിൽ പോണില്ലെങ്കിൽ, ദേഷ്യം മാറണമെങ്കിൽ ഒരു 2 3 എടുത്താൽ മതി. അതായത് അപ്പുറത്ത് നമുക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ബോഡീനോട് തന്നെ നമ്മൾ പറയും വിട്ടെ. ഓക്കെ, പിന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഒന്നിക്ക് നമ്മൾ ആ സിറ്റുവേഷൻ ഒന്ന് മാറിപ്പോവുക, പുറത്തേക്ക് പോവുക, പിന്നെ മറ്റേ ബോളില്ലേ സ്മൈലി, ആ ഒരു ബോൾ, റബ്ബർ ബോൾ സംതിങ്, അത് വെച്ചിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യുക. പിന്നെ മെഡിറ്റേഷൻ, യോഗ, എക്സസൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം പിടിക്കുന്ന ആ ഒരു ഇത് കുറയും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ്, മെഡിറ്റേഷൻ, യോഗയൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം കൺട്രോൾ ചെയ്യാൻ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ലേ, ലൈക്ക് പേപ്പറിൽ നമുക്ക് എഴുതുക, ചുരുട്ടിയിട്ട് കളയുക. അപ്പോൾ അതും മനസ്സിൽ നിന്ന് പോകുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളവിടെ അത് പറഞ്ഞ് തീർക്കുമ്പം അത് മൈൻഡിൽ നിന്ന് ബ്രെയിനിൽ നിന്ന് അത് പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളത് കളയുമ്പോൾ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, 2 നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം നമ്മളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാനിപ്പം എൻ്റെ ദേഷ്യം ഇവിടെ പ്രകടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ, നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മളത് സിറ്റുവേഷൻ ഒന്ന് മാറ്റി ചിന്തിക്കുക. ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും അവർ നമ്മളോട് ദേഷ്യം പിടിച്ചത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. മറ്റേ ഏതോ മൂവിയിൽ പറയുന്നുണ്ടല്ലോ, അടുത്തറിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാവരും പാവാണെന്ന്. അതന്നെ, നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുമ്പോൾ മാറിയാൽ മതി. അതാണ് നമ്മൾ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. ഇനി എക്സ്റ്റേണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾക്ക് നമ്മളെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരും ആയിക്കോട്ടെ, അവർ കാരണമാണ് നമ്മുടെ എഗ്രഷൻ ലെവൽ കൂടിയത്. അപ്പോൾ നമ്മൾ അവരോട് എങ്ങനെ പറയുക, നിന്നെ കൊണ്ട് എന്തൊരു കഷ്ടമാണ്, നീ കാരണമാണ് എനിക്ക് ദേഷ്യം പിടിച്ചത്, അങ്ങനെ പറയരുത്. എടോ എനിക്ക് ഭയങ്കര ഫീലായി നീ അങ്ങനെ പറഞ്ഞപ്പോൾ, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പം അവിടെ നമ്മൾ കൊണ്ടുവരേണ്ട കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഐ ഫസ്റ്റ് കൊണ്ടുവരിക, യുവിന് പകരം. നീ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിന് പകരം എനിക്കിങ്ങനെ ഫീലായി നീ അങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറയാം. ഓക്കെ, അത് കേൾക്കുന്ന ആളെ ബ്രെയിനിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അവർ ഓക്കേ എന്ന് അവർ ചിന്തിക്കും. അല്ലാതെ നീ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവരെ പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ അവർക്കും പിന്നെയും ഒരു ഇത് കൂടുകയുള്ളൂ. അതിന് പകരം കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ നീ അങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറയുമ്പോൾ അത് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ കാര്യങ്ങളാണ്, നമ്മളെ പറ്റിയിട്ടാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡിഫറൻസ് വരും കേട്ടോ. ഇതൊക്കെയാണ് കുറച്ച്, അതായത് ഇപ്പം ഞാനൊരു 3 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കാര്യം, പണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ദേഷ്യമൊന്നും പിടിക്കാത്ത ഒരാളായിരുന്നു. എനിക്കങ്ങനെ ദേഷ്യം വരാറില്ല പൊതുവെ. ഇനി വന്നാൽ തന്നെ മാക്സിമം എൻ്റെ വീട്ടുകാരോട് മാത്രമേ എനിക്ക് വരൂ. അത് ഞാനിങ്ങനെ മുഖം ഇങ്ങനെ വെച്ചിരിക്കും, കടന്നൽ കുത്തിയ പോലെ എന്നാണ് എൻ്റെ വീട്ടിൽ എന്നെ പരാമർശിക്കാരപ്പം. അങ്ങനെ ഞാൻ മുഖം വെച്ചിരിക്കാറേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ടൈം വന്നപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ എനിക്ക് ദേഷ്യമൊക്കെ നല്ലോണം വരാൻ തുടങ്ങിയിട്ടാവും. നമ്മൾ അടി ഉണ്ടാവുക, അപ്പോഴാണല്ലോ ദേഷ്യം വരിക. പക്ഷെ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ദേഷ്യം പിടിക്കുന്നവരോടൊന്ന് പിടിച്ചോട്ടെ, നമ്മളത് ഇഗ്നോർ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. അതായത് അവിടെ നിന്ന് പറയുന്ന ആൾ പറഞ്ഞോട്ടെ, ഞാൻ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, കുറച്ച് കഴിഞ്ഞാൽ പൊയ്ക്കോളുന്നൊരു ഭാവത്തിലേ ആയിരിക്കുള്ളൂ. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും ചില സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല, മിണ്ടാതിരിക്കാനൊന്നും. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. അല്ലെങ്കിൽ കാരണം നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുള്ളൂ. കാരണം നമ്മളിവിടെ ഇത്ര സ്ട്രെയിൻ എടുത്ത് പറയുമ്പോൾ അവരവിടെ നിന്ന് നമുക്ക് ഇറിറ്റേഷൻ കോസ് ചെയ്യണം. അപ്പം ദേഷ്യം വരാം, പിന്നെ അത് അടുത്ത അടിയാവാം, അല്ലെങ്കിൽ ഞാൻ അവരെ പിടിച്ച് പുറത്താക്കല, അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇഗ്നോർ ചെയ്യുക. അപ്പം ഇഗ്നോറൻസ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എഫക്റ്റീവാണ്. പിന്നെ ഞാൻ 1, 2, 3 ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതും കുഴപ്പമില്ലാത്ത എഫക്റ്റീവാണ്. പിന്നെ ബ്രീത്ത് ഞാൻ ഇടയ്ക്ക് എന്നാക്കിയിട്ട് ഒഴിവാക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ലേറ്റർ സ്റ്റേജാണ്, അത് മേ ബി യൂസ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തതാണ്. ഇതല്ലാതെ കുറേ ടെക്നിക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ലോങ് ടേം ഗോൾസ് ആണ് ഞാൻ പറഞ്ഞ ഈ മെഡിറ്റേഷൻ, യോഗ, എക്സസൈസ്, ജേർണലിംഗ് ഒക്കെ. ഇന്ന കാരണം കൊണ്ടാണ് ദേഷ്യം പിടിച്ചത്. പിന്നെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് ഒരു മീ ടൈം എന്ന് പറയുന്ന സംഭവം. അപ്പം ആ മീ ടൈമിൽ നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്തുകൊണ്ടാണ് അന്ന് നമുക്ക് ദേഷ്യം വന്നത്, എന്തൊക്കെ കാരണങ്ങൾ അപ്പം നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം എൻ്റെ പാർട്ട്ണർക്ക് ഞാൻ എന്ത് പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് അവന് ദേഷ്യം പിടിക്കാമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അല്ലെങ്കിൽ ഞാനൊന്ന് പറയുമ്പോൾ അവൻ്റെ റിപ്ലൈ എന്തായിരിക്കും എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മൾക്ക് കൂടുതൽ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് അവന് ദേഷ്യം പിടിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നിക്കത് ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇനി പടിയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്താലും മതി, സെറ്റാണ്. അതേപോലെ തന്നെ എനിക്ക് എവിടെയൊക്കെയാണ് എനിക്ക് ദേഷ്യം വരിക എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നിക്കുക ആ സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്ത് പോവുക, അവിടെ നിന്ന് മാറി നിൽക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോപ്പിംഗ് മെക്കാനിസം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മുടെ അഗ്രഷൻ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ആങ്കർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാമെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.